നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ട് നമ്മുടെ യാത്രക്കാരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ ഫ്ലൈറ്റിൽ കാശ്മീരിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴോ അതേ മുന്നേ പ്ലാൻ ചെയ്തതോ അല്ല. നമ്മൾ ഡൽഹിയിൽ നിന്നും കാശ്മീരിലേക്ക് യാത്ര സാധാരണ ട്രെയിനിലാണ് പോവാറ്. അങ്ങനെ ആ ട്രെയിൻ ക്യാൻസലായപ്പോൾ എല്ലാവരും എക്സ്ട്രാ ക്യാഷ് മുടക്കി ഫ്ലൈറ്റിലാക്കിയതാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി, ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ ഇങ്ങനെ തിരക്കൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതാ എയർ ഇന്ത്യയാണ് ഫ്ലൈറ്റ്. അതിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറി നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തി. രാവിലെ 6:15 ഫ്ലൈറ്റ് പറഞ്ഞിരുന്നത്. പിന്നെ അത് ഡിലേ ആയി 7:20 ഫ്ലൈറ്റ് എടുത്തത് കേട്ടോ. അങ്ങനെ ഇതാ ഫ്ലൈറ്റ് ഉയരാണ്. ഏകദേശം നല്ല പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ 3-4 തവണ അങ്ങനെ കാശ്മീരിലേക്ക് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെ കാണാനുള്ളത് എന്നൊക്കെ അറിയാം. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി കാഴ്ചകളുണ്ടാവും, മഞ്ഞ് കാണാൻ പറ്റും എന്നുള്ളതൊക്കെ ഉയരത്തിൽ നിന്ന്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉയർന്നു. എയർ ഇന്ത്യയാണ് ഫ്ലൈറ്റ്, ഞാൻ പറഞ്ഞല്ലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടിയിരുന്നു ലൈറ്റായിട്ടാണെങ്കിലും. അങ്ങനെ ഏകദേശം എത്തുന്നതിൻ്റെ നമ്മൾ ശ്രീനഗർ എത്തുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പായിട്ട് തന്നെ മഞ്ഞുമലകളൊക്കെ ദൂരെ കാണാൻ തുടങ്ങിയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ വെള്ള മേഘങ്ങൾക്കിടയിലൂടെ നമ്മുടെ മഞ്ഞുമലകളൊക്കെ കാണുമ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. ഒന്നര മണിക്കൂറിന് ശേഷം നമ്മളെ ഫ്ലൈറ്റ് ശ്രീനഗറിൽ ലാൻഡായിട്ടോ. അപ്പോൾ ശ്രീനഗറിലെ കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അത്